അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരി ആയിട്ടാണ്. ശർക്കര ഇട്ടിട്ടാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കല്. ഇന്നും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികളൊക്കെ എൻ്റെ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട് പഴംപൊരി വേണമെന്ന് എന്നും പറയലുണ്ട്. പക്ഷെ പഴം ശരിക്കും പഴുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പം അങ്ങനെ പുഴുങ്ങും. അതായാലും ഇന്ന് പഴം ശരിക്കും പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയൊരു പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ശരിയാവും ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ശർക്കര ഇട്ട് ഉണ്ടാക്കിയ വീടെല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലോണം ഞാൻ പറഞ്ഞില്ല പഴുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് പഴം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 1.5 ശർക്കരയാണ് എടുക്കുന്നത്. ഇത്ര മതി. നല്ലോണം പഴം പഴുത്തുകൊണ്ട് ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് ഉരുക്കണമൊന്നുമില്ല. സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ അരമണിക്കൂർ ഇട്ട് വെച്ചാൽ അത് കുതിർന്ന് കിട്ടും. അപ്പോൾ ശരിക്കും ഇത് ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതിൻ്റെ വെള്ളമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനിങ്ങനെ കുതിർത്തി എടുത്തതാണ്. ഉരുക്കാത്തതാണ്. ഉരുക്കിയിട്ടില്ല. ഉരുക്കിയിട്ട് ഒഴിക്കരുത്. ഇതേപോലെ പച്ചയായിട്ട് തന്നെ ഒഴിക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മൈദപ്പൊടിയും അരിപ്പൊടിയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 250 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് പഴം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുക്കുക. അതിപ്പോൾ അത്ര വലിയ അളവൊന്നുമില്ല. പിന്നെ 125 ml കപ്പിന് ഒരു അരക്കപ്പിലേറെ കുറച്ച് അരിപ്പൊടി ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അത് ബലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തി കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കളറിന് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. വേണമെന്നുള്ളവർക്ക് ചേർത്തിയാൽ മതി. ശർക്കരയാകുമ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ചേർത്തലുണ്ട്. അതുകൊണ്ട് ഞാൻ ചേർത്തി കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പഴംപൊരിക്ക്. അങ്ങനെ ഞാൻ ചേർത്തലുണ്ട്. നല്ലോണം ഇളക്കി യോജിച്ചതിന് ശേഷം ശർക്കര മാവിൽ കുഴച്ച് ഒരു 2-3 മണിക്കൂർ വെക്കുക. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി. കുഴപ്പമൊന്നുമില്ല. ഞാനിതെല്ലാം കൂട്ടി വെച്ചിട്ടൊരു എന്തായാലും എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് വൈകുന്നേരം ചൂടുള്ളൂ. അപ്പം ഞാനത് ഇങ്ങനെ കുഴച്ച് കൂട്ടി വെക്കുകയാണ്. ഒരു പാകത്തെ അളവിലാക്കിയിട്ട് പഴംപൊരിൻ്റെ അളവൊന്നും ഇപ്പോൾ ആർക്കും തരേണ്ട ഒരു ആവശ്യമല്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ കുഴച്ച് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കണതിലേറെ ടേസ്റ്റാണ് ശർക്കര ഇട്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ. നല്ല വീർത്ത് നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ശരിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ശരിക്ക് പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ പഴം ശരിക്ക് പഴുത്ത പഴമാവണം. ഇവിടെ പഴം കൊണ്ടുവന്നാൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കാനൊന്നും ഉണ്ടാവില്ല. പഴംപൊരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വെച്ചാൽ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെയാണ് പഴംപൊരിക്ക് വഴുകണത്. പിന്നെ അതേപോലെ ഒരു 1/4 കപ്പും കൂടി ഞാൻ മൈദപ്പൊടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കത് തികയൂലാന്ന് തോന്നുക. പിന്നെ ശർക്കര വെള്ളമില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നെയ്യപ്പം പോലെ ഒന്നും അല്ല ഇത്. ശരിക്കും കൂട്ടൊന്നും ശരിയായിട്ടില്ലെങ്കിൽ അതിലാണ് മുക്കിപ്പോയിച്ചാൽ നല്ല ഉഷാറായി കിട്ടും പഴംപൊരി. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. കൂടുതലൊന്നും ആവരുത്. കുറച്ചേ ചേർത്താൻ പാടുള്ളൂ. ഇന്നത്തെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റുള്ള നല്ല പിന്നെ ഒരു പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇത് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇത്രയൊന്നും വേണ്ട. കുറച്ച് പഴംപൊരി മുക്കിയെടുക്കുമ്പോൾ അതിൽ ശരിയായി കിട്ടണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ലൂസാവണം. എന്നെങ്കിലും അത് ശരിയാവുള്ളൂ. ഇനി വേണമെങ്കിൽ അപ്പോൾ ഇത്തിരി കൂടി കുറുകൽ കൂടുതലുണ്ട് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഞാൻ ഈ പഴത്തിനെയൊക്കെ ഒന്ന് നല്ലോണം പഴുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് ഞാൻ ആക്കണത്. ഈ പഴത്തിനെ ഇങ്ങനെ കഷ്ണാക്കി എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് പഴങ്ങൾ. ഒരു 4 പഴം കൂടി ഉണ്ട്. ഞാൻ ഫ്രീസർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചെടുക്കാൻ വേഗമാകാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ ഇത് വല്ലാതെ കുഴഞ്ഞു പോവുകയാണ്. പക്ഷേ ഇങ്ങനത്തെ പഴം കൊണ്ട് ഉണ്ടാക്കിയാലാണ് പഴംപൊരി ടേസ്റ്റ് ഉണ്ടാവുക. പഴുക്കാത്ത പഴമായാലും ഒരു കട്ടിപ്പ് വരും പഴത്തിന്. അപ്പോൾ അതൊരു ടേസ്റ്റ് കുറവ് തന്നെയാണ്. ശർക്കര ഒക്കെ ഇട്ടുണ്ടാക്കുമ്പോഴായാലും പഞ്ചസാര ഇട്ടുണ്ടാക്കുമ്പോഴായാലും പഴം നല്ലോണം പഴുക്ക് തന്നെ വേണം. ഏതായാലും ഏകദേശമൊക്കെ ആയി. ഇനി 4 പഴത്തിനെയും കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ണാക്കി എടുക്കണം. അപ്പം എല്ലാം ഞാൻ അങ്ങനെ കഷ്ണാക്കി എടുക്കുകയാണ്. ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ച മാവാണിത്. ഇതേ ലൂസിലാണ് ഞാൻ ആക്കൽ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സാധാരണ ഇപ്പോൾ പഴംപൊരിക്ക് ഇപ്പം എന്താ അങ്ങനെ മുക്കുക, ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേവാകുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, വാങ്ങിയെടുക്കുക. ഇത് തന്നെയാണ് പരിപാടി. ഇനി നല്ലോണം പൊള്ള വരാനൊക്കെ ശരിക്ക് വീർത്ത് വരാനൊക്കെ സാധ്യത ഉണ്ട്. ഇതിങ്ങനെ മറ്റേ
ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈസ്റ്റിൻ്റെതായ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല. എനിക്ക് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും പാലപ്പത്തിലും ഇതിലൊന്നും ഇട്ടാൽ എനിക്കിഷ്ടമല്ല. അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ പഴംപൊരിയിലാവുമ്പോൾ നമ്മൾ ആ ഏലക്കായ ഇതൊക്കെ ഇടുമ്പോൾ യാതൊരു ടേസ്റ്റും ഈസ്റ്റിൻ്റെതായിട്ടൊന്നും വരില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ശർക്കര ഇട്ടാലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊരിച്ചു കോരിയെടുക്കാം. അപ്പം പഴംപൊരിയൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഇങ്ങനെ കോരിയെടുക്കുക, പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ പൊരിച്ചു കോരി ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. പേരക്കുട്ടികളൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പൊരിച്ചു കൊടുത്തിട്ട് കുറേ കാലമായിട്ടുണ്ട് ഈ പഴംപൊരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കണ്ടോ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നല്ല വീർത്ത് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം ഏകദേശം അതേപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പഴംപൊരി. അപ്പം എൻ്റെ പേരമക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുകയാണ്. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് കുട്ടികളവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കട്ടെ. അപ്പം ഇനി എന്തായാലും വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.